ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു മേക്ക് ഓവറിന് പോകാന്ന് വിചാരിച്ചു. നാട്ടിൽ പോകാൻ അത്രയും നാട്ടിലാരാ വെയിറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ. എങ്ങനെയുണ്ട് ഫേഷ്യല്? പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടുകാരെ കാണി നമ്മൾ എന്തൊക്കെ ചെയ്താലും നാട്ടുകാരെ കാണിക്കും. പക്ഷെ എന്റെ അമ്മ അവിടെ ഇരുന്നിട്ട് കുറെ നേരം ചിരിക്കുന്നു എന്റെ ഈ ഹെയർ കട്ട് കണ്ടിട്ട്. നമ്മുടെ മുടി ഞാൻ ആണുങ്ങളെ പോലെ പോയിക്കട്ടടിക്കാന്ന് വിചാരിക്കുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ടു മോനിഷാസ് ജേണൽ. ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു മേക്ക് ഓവറിന് പോകാന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേക്ക് ഓവർ നടത്താറുണ്ട്, പക്ഷെ നമ്മുടെ ദുബായിലാണുള്ള ഫസ്റ്റ് മേക്ക് ഓവർ. യെസ്, അപ്പൊ ഞങ്ങള് ഒരു മേക്ക് ഓവറിന് പോകാന്ന് വിചാരിച്ചു. ഇവിടെ മിസൈലൊക്കെ വീഴുവാണ്. സോ നമ്മള് ബോറടിച്ചിരിക്കുകയാണ്. അമ്മ പോവാനായി. അമ്മ ശരിക്കും നാളെ പോകേണ്ടതായിരുന്നു, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങള് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. സോ ഇനിയും 13 ദിവസം ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ ശരി ഒരു മേക്ക് ഓവർ നടത്തിയേക്കാം. ഞാൻ പറയാം, മിസൈലൊക്കെ വീട് നമ്മൾ ഭയങ്കര നെഗറ്റീവ് അടിച്ചേക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം ചെയ്യാന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ടാക്സി കയറിയിട്ട് ഷാർജ മുവിയില സഫാരി മോളിലോട്ടാണ് പോകുന്നത്. കാരണം സഫാരി മോളിലെ സൈറ സലൂണ് നമ്മളെപ്പോഴും പോകാറുള്ളത് അവിടെയാണ്. സോ അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ അമ്മ എന്തൊക്കെയാന്ന് ചെയ്യാൻ പോകുന്നത്? ത്രെഡ് ചെയ്യണം, ഹെയർ കളർ ചെയ്യണം, നരച്ചിട്ടുണ്ട് വയസ്സായല്ലോ. ചെയ്യണം, ഫേഷ്യൽ ചെയ്യാം, ഫേഷ്യൽ ചെയ്യണം. ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങോട്ടാ? നാട്ടിൽ പോകാൻ അത്രയും നാട്ടിലാരാ വെയിറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ. നാട്ടിലൊന്നുമില്ല. അവര് പറയില്ലേ മോളെടുത്ത് പോയി ദുബായി പോയി ഒക്കെ ഒരു എക്സ്ചേഞ്ച് ഒക്കെ ആയി. ദുബായി പോയിട്ടൊക്കെ എക്സ്ചേഞ്ചോ? ഒരു ചേഞ്ച് എക്സ് അല്ല ചേഞ്ച് ആയി. പിന്നെ മോളെ അവിടെ കൊണ്ടുപോയിട്ടൊക്കെ അമ്മക്കൊക്കെ മോഡലിംഗ് ആക്കി. അപ്പൊ നാട്ടുകാരെ കാണിക്കാൻ? നാട്ടുകാരെ കാണി നമ്മൾ എന്തൊക്കെ ചെയ്താലും നാട്ടുകാരെ കാണിക്കാം. നാട്ടുകാരെ കാണിക്കാനാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ അല്ലാതെ നമ്മൾ ആൾക്കാരെ കണ്ടിട്ടൊക്കെ ആൾക്കാര് കാണാനല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആണോ? അല്ലാതെ സ്വയം സന്തോഷിക്കാനല്ല. സ്വയം നമുക്ക് സന്തോഷമുണ്ട്, പക്ഷെ നാട്ടുകാരെ കാണാൻ അവർക്ക് അപ്പൊ ഇരട്ടി സന്തോഷമാവും. അത് ശരി. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ പോയി ഒന്ന് മിനിങ്ങിട്ട് വരാം അല്ലെ. നമ്മുടെ മുടി ഞാൻ ആണുങ്ങളെ പോലെ പോയിക്കട്ടടിക്കാന്ന് വിചാരിക്കുന്നു. എന്താ ശരി, കുറച്ച് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ലെയർ കട്ട് ചെയ്യേ, അതുപോലെ തന്നെ എനിക്ക് ചെയ്താൽ മതി. ലെയർ എന്തൊക്കെയാണല്ലേ? കട്ട് ചെയ്തിട്ട് ഇതുവരെ മുടി പക്ഷെ ഇപ്പൊ മുടി വളർന്ന് വളർന്ന് ഞാൻ കൊറേ ആയി പറയുന്നുണ്ട് മോളേക്ക് ബ്യൂട്ടി പാർലർ കൊണ്ടുപോയിട്ടൊക്കെ മുടിയൊക്കെ ത്രെഡ് ചെയ്തിട്ട് ഇപ്പൊ 6 മാസായി. ത്രെഡ് ചെയ്യാതെ നമ്മുടെ ഇത് ഭംഗി. എന്തിനാ വെറുതെ ത്രെഡൊക്കെ ചെയ്തിട്ട്? ഇപ്പൊ ചെയ്താല് വേദന ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്നാ ശരി, നമുക്ക് എന്തായാലും ഞാൻ അവിടെ പോയിട്ടപ്പോ ബാക്കി വിശേഷങ്ങൾ കാണാം. സമ്മ റെഡിയാണമ്മേ ഫേഷ്യൽ ചെയ്യാൻ? ഉറക്കം വരുന്നുണ്ടോ? ഭരതി ഉറങ്ങിയോ? എങ്ങനെയുണ്ട് ഫേഷ്യല്? പറ. നല്ലതാണോ? ഉറങ്ങുകയാണോ? വർത്താനം പറയാൻ വയ്യേ? അല്ലെങ്കിൽ നാവ് കയറി കിടക്കില്ലല്ലോ. എന്താ വെളുക്കില്ലേ? എന്നാ കൊറേ നേരമല്ലോ ചെയ്യുന്ന, ബുദ്ധിമുട്ടുന്നുണ്ടാവല്ലോ എന്നല്ലേ? അതാണ് പറയുന്നത്, അതാണ് ആലോചിക്കുന്നതെന്ന്. അതാണ് ആലോചിക്കുന്നത്. മോള് കുറെ നേരമായല്ലോ ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ സ്പായൊക്കെ ചെയ്തു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഫ്ലൈ ചെയ്യായിരുന്നേ. ചേച്ചി എനിക്ക് സ്പാ ചെയ്തെന്ന്. അടുത്തത് ഞാൻ പെരിക്യൂർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സ്പാ ഹെയറും മേലൊക്കെ സ്പാ എപ്പോഴും ചെയ്യുന്നതാണോ ചേച്ചി ഇത്? മേല് മൊത്തം നമ്മള് മസാജ് ചെയ്യും അല്ലേ? അടിപൊളിയായിരുന്നു, രക്ഷ ഉണ്ടായിരുന്നില്ല. സോ ഭാരതി ഫേഷ്യൽ ചെയ്യുന്നു. ഞാൻ അടുത്തത് പെഡിക്യൂറിലേക്ക് പോകുന്നു.
അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേച്ചി? പക്ഷെ എന്റെ അമ്മ അവിടെ ഇരുന്നിട്ട് കൊറേ നേരമായി കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, കൊറേ നേരമായി ചിരിക്കുന്നു എന്റെ ഈ ഹെയർ കട്ട് കണ്ടിട്ട്. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അങ്ങനെ എന്റെ ഹെയർ കട്ടിന് ശേഷം ഭാരതിയുടെ കാർക്കൊണ്ട് കട്ട്. അമ്മ ഇപ്പൊ എന്തൊക്കെ ചെയ്തമ്മ? ഫേഷ്യൽ ചെയ്ത് വേണ്ട, ലെങ്ത് കുറയ്ക്കേണ്ടതെയോ? പിന്നെ ഹെയർ കളർ ചെയ്തു. അപ്പൊ തന്നെ അമ്മ അങ്ങ് വെളുത്ത്. വെളുത്തു. പക്ഷെ മുഖത്തൊക്കെ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, വയസ്സായതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ചേച്ചിയാണ് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്, ലെയർ കട്ട് ചെയ്യാൻ പോവാണ്. ലെയർ കട്ട് ചെയ്ത് ത്രെഡും കൂടി ചെയ്താൽ ഭാരതിയുടെ മേക്ക് ഓവർ കഴിയും. സോ ഞാൻ അപ്പോഴേക്കും പോയിട്ട് എന്റെ എന്താ ചേച്ചി ഞാൻ ചെയ്യുന്നത്? യെസ്, ഫോർ പിമ്പിൾ. എന്റെ ഫേസിൽ കുറെ പിമ്പിൾസ് ഇപ്പൊ വരുന്നുണ്ട്. സോ അതിന്റെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സൈറ ബ്യൂട്ടി സലൂണിലാണ്. സോ ചേച്ചി വെയിറ്റ് ചെയ്യാം, ഞാൻ പോട്ടെ. സോ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ്. രണ്ടമ്മ ഹെയർ കട്ട് ലെയർ കട്ടൊക്കെ നോക്കട്ടെ. യെസ്, അമ്മ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ലെയർ കട്ട് മതി. നിങ്ങോട്ട് നോക്ക്, ഇതാ ത്രെഡ് ചെയ്തിട്ട് ഇവിടെ റെഡൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ ഒന്ന് ബ്രൈറ്റ് ആയി. രണ്ടമ്മേ ചേച്ചി താങ്ക് യു സോ മച്ച്. ചേച്ചി അടിപൊളിയായിരുന്നു. ചേച്ചിയുടെ മസാജ് എല്ലാ ചേച്ചിമാരും സൂപ്പറാണ്. പക്ഷെ ചേച്ചി എനിക്ക് ചെയ്ത മസാജ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഞാൻ ഹെയർ കട്ടൊക്കെ ചെയ്ത് ചെറിയ കുട്ടിക്ക് ചെയ്ത പോലെ തന്നെ ചെയ്തായിരുന്നു. എന്താ ചെറിയ കുട്ടിക്ക് എങ്ങനെ ചെയ്ത പോലെ തന്നെ അത്രയും കെയർ ചെയ്ത് ചെയ്തല്ലേ? ഇവിടെ എല്ലാവരും അങ്ങനെ. ഇപ്പൊ ഞാനതാ കൊറേ നേരം ഇപ്പൊ നമ്മള് നാട്ടില് പറഞ്ഞല്ലോ, ഇപ്പൊ നാട്ടിലെ ആൾക്കാര് നമ്മൾ നാട്ടിൽ അത്ര കെയറില്ലേ, ഇവിടെ ഭയങ്കര നല്ല ഇത്. അതാ ഞാന് ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് സൈറ ബ്യൂട്ടി സലൂണിലാണ്. ഇത് നമ്മുടെ സൈറത്തെയാണ്. സൈറത്ത വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം നമ്മളെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങൾ എന്നെ കണ്ടില്ല, കുറെ കാര്യങ്ങൾ ചെയ്ത് പൈസ ഒന്നും നോക്കിയില്ല, കാരണം എന്താ അത്ര അഫോർഡബിൾ റേറ്റാ. സോ എന്റെ ഹെയർ കട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കാനൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ ചെയ്താൽ മതി. യെസ്, ഭാരതി എന്തായാലും ഒരു മേക്ക് ഓവർ നടത്തി. നല്ലതാ. യെസ്, അങ്ങനെ ഭാരതിയുടെ മേക്ക് ഓവർ കേറി നല്ലപോലെ ഇതാക്ക് ഹെയർ ഇങ്ങനെ ആക്കണ്ട. സോ അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും അപ്പൊ തിരിച്ചു പോവാണ്. അപ്പൊ മേക്ക് ഓവറിന് വേണ്ടി എല്ലാവരും സൈറ ബ്യൂട്ടി സലൂൺ. സോ എല്ലാരും മോനിഷാസ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാം. യെസ്. ഓക്കെ ഗൈസ്, ബൈ.